എല്ലാവർക്കും ആപ്റ്റ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ ഒരു കുഞ്ഞു വിളവെടുപ്പിന്റെ വീഡിയോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്കാടെ ചെറിയൊരു വിളവെടുപ്പ് ഉണ്ടായിരുന്നേ. നമ്മുടെ തക്കാളിയിലുണ്ടായ തക്കാളിക്കകൾ പൊന്നായി ഇന്ന് വിളവെടുത്തിട്ടുണ്ട്. അപ്പം അത് പൊന്നായുടെ ഇരിക്കുന്നുണ്ട്. പൊന്നായി തക്കാളിക്ക് വെച്ച് കളിക്കുകയാണ് കേട്ടോ ഗൈസ്. നമുക്ക് ജ്യൂസ് അടിക്കണ്ട. തക്കാളിക്ക നമ്മൾ ഒരു തുള്ളി പോലും വിഷം അടിക്കാത്ത തക്കാളിക്കാണ്, ജൈവ തക്കാളിക്കാണ്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉള്ള തക്കാളിക്കാണ്. നമ്മളത് ജ്യൂസ് അടിക്കാൻ വേണ്ടി കൊണ്ടുപോകും അല്ലേ പൊന്നായിയെ? ശരി, പാത്രത്തിൽ വെച്ച് കൊണ്ടുപോകും. ഗൈസ്, നമ്മുടെ വഴുതനയിലുള്ള അടുത്തൊരു വഴുതനങ്ങ ഉണ്ടായിരുന്നു. അത് പൊന്നായിക്ക് വിളവെടുക്കണമെന്ന് പറഞ്ഞിട്ട് പൊന്നായി അത് ചവിട്ടി പൊട്ടിക്കുവാണ് കേട്ടോ ഗൈസ്. കാണിച്ചു കൊടുത്തേ. ഇനി നമുക്ക് ഇന്ന് വിളവെടുക്കാനുള്ള നമ്മുടെ വെണ്ടയ്ക്കാണ് കേട്ടോ ഗൈസ്. ഇനി നമ്മുടെ മുളകുകളുണ്ട് കേട്ടോ. നമ്മുടെ മണ്ടരിയൊക്കെ ബാധിച്ചിരുന്ന മുളകാണ്. അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം കുഴപ്പമില്ല, എല്ലാ തുമ്പത്തും നല്ലതായിട്ട് മുളകൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ. മുളക് പിടിച്ചിട്ട് നമ്മുടെ മുളകിൻ്റെ തലയൊക്കെ ചാഞ്ഞ് കിടക്കുന്നത്. ഒരു കൊലയിൽ എത്ര മുളകാണെന്ന് നോക്കി ഗൈസ്. 1, 2, 3, 4, 5, 6 മുളകുകൾ ഒരു തലയിലുണ്ടായിട്ടുണ്ട്. ഇതിലുണ്ട് 3 എണ്ണം, ഇതിൽ 4. എല്ലാത്തിലും നന്നായിട്ട് മുളക് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. പൊന്നായിക്കാണെങ്കിലേ ഞങ്ങളിങ്ങനെ നമ്മുടെ കുളത്തിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ പച്ചക്കറിയൊക്കെ നോക്കി നടന്നപ്പോൾ പൊന്നായിക്ക് മീനെ വേണമെന്ന് പറഞ്ഞേ. പൊന്നായിക്ക് മീനെയൊക്കെ ഇട്ട് കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ കുളത്തിൽ നിന്ന് ഒരു ചെറിയ ബക്കറ്റ് വെച്ചിട്ട് വെള്ളം കോരിയെടുത്തു. അപ്പോൾ 2 കുഞ്ഞു മീനുകളെ കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ ആ മീനെ ഞാൻ കാണിച്ചു തരാം. എന്തി അപ്പോൾ മീൻ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്ത് മീനാണെന്നുള്ളത് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. ഇതിനെ കണ്ടോ? ഇത് നമ്മുടെ കരട്ടി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വിളിക്കുന്നതാണേ. നമ്മുടെ ഫൈറ്ററാണ്, നാടൻ ഫൈറ്ററാണ്. അവിടെ പോയി വെള്ളം എടുക്കും. അപ്പോൾ ഗൈസ്, പൊന്നായിക്ക് 3 കരട്ടി കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പൊന്നായി ഹാപ്പിയായി. പൊന്നെ ഇങ്ങോട്ട് നോക്കിയേ, ഹാപ്പിയാണോ? ഇവന്മാരെന്തെടുക്കാനാ ഇനി? പൊന്നെ എന്നെക്കാട്ട് മുമ്പേ പോയി ഗൈസ്. 3 എണ്ണത്തിനെ കിട്ടിയത് പൊന്നേക്ക് വളർത്താൻ. ഗൈസ്, നമ്മുടെ വെണ്ടച്ചെടികളൊക്കെ പുല്ല് വന്നതിന് ശേഷം എല്ലാം നമ്മൾ ഇലയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞാണ്. അപ്പോൾ അതിൻ്റെ ഉള്ള കാരണം നമ്മൾ അങ്ങ് പറിച്ച് മാറ്റുകയാണ്. പ്ലാന്റ് കുറച്ചുകൂടെ ഹെൽത്തി ആവണ്ടേ. അപ്പോൾ അങ്ങനെ നമ്മുടെ പൊന്നായി ഇതേ വിളവെടുക്കണമെന്ന് പറഞ്ഞ് നടക്കുകയാണ്. അവന് എപ്പോൾ ആണെങ്കിലും വിളവെടുക്കാൻ വേണ്ടി ഭയങ്കര ആഗ്രഹമാണ്. ഇതൊക്കെ ശരിക്കും പിഞ്ചാണ് കേട്ടോ ഗൈസ്. നമ്മളെന്തായാലും പറിച്ച് മാറ്റുന്നത് എന്താ വെച്ചാൽ ഇലകളെല്ലാം നശിപ്പിച്ച് കളഞ്ഞാണ് നമ്മൾ ഈ പുഴുവായ കാരണം കട്ട് ചെയ്ത് മാറ്റിയ ഇലകളാണ്. അപ്പോൾ ഈ ചെടികൾ കുറച്ചുകൂടെ ഹെൽത്ത് ആവണമെന്നുണ്ടെങ്കിൽ ഈ കായ്ക്ക് വേണ്ടി അതിന് എനർജി എല്ലാം നഷ്ടപ്പെടുത്തുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആ കായങ്ങ് പറിച്ച് മാറ്റുക, ചെടി കുറച്ചുകൂടെ ഹെൽത്തി ആവട്ടെ. ഈ കുഞ്ഞു തൈകളാണ്, പക്ഷേ ഇല മുഴുവൻ പുഴു എടുത്ത് പോയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ആക്കിയതാണ്. അപ്പോൾ പൊന്നായി ഇതേ വിളവെടുക്കാൻ വേണ്ടി കുറേ നടക്കുന്നുണ്ടാണ്, ഇത് നടക്കാത്തത്. നമ്മുടെ നല്ല ചെടിയായിരുന്നു, പക്ഷേ ഇലയൊക്കെ പോയത് കാരണമേ കുറച്ച് വീക്കാണ് പ്ലാന്റുകൾ. അപ്പോൾ അതിനെ ഹെൽത്തി ആക്കി ഇവിടെ ഒന്നും കുഴപ്പമില്ല. ഇവിടെ ഒന്നും അത്ര കീടബാധ ഉണ്ടായിട്ടില്ല കേട്ടോ. പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റാണ്. നമുക്കൊരു അടുത്തടുത്ത്
എത്തത്തില്ല ഭാവിയെ. പൊന്നയ്ക്ക് പറിക്കണമെന്നാ പറയുന്നത് കേട്ടോ. പൊന്നൈ കൊണ്ട് മാത്രം പറ്റും എന്നുള്ളത്. അപ്പൂ പോലെ മുളക് നമുക്ക് 2 പയറാണ് ഇന്നത് ഉണ്ടായിരുന്നത് കേട്ടോ. 3 ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നില്ല. ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു ഇല്ലല്ലേ. നമുക്ക് പയറിന്റെ തടത്തിലൊരു കുമ്പളം മുളച്ച് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. നമ്മുടെ പയറിലൊക്കെ പുതിയ പുതിയ പൂവും കായകളും ഒക്കെ വരുന്നുണ്ട് എല്ലാ ഇലയ്ക്കും. ഇതിപ്പോൾ ആദ്യത്തെ ആയതുകൊണ്ടാണ്. ഗൈസ് നമ്മുടെ ആദ്യത്തെ പയർ പൊന്നയെ മേടിച്ചുകൊണ്ട് പോയി ഒടിച്ച് 2 പീസാക്കി. പൊന്നെ നോക്കിയപ്പോൾ എണ്ണം കുറവല്ലേ, അപ്പോൾ എണ്ണം കൂട്ടിയതാ പൊന്നയെ. ഇപ്പം എത്ര എണ്ണമായി പൊന്നയെ? അപ്പം ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വിളവ് കേട്ടോ. കാര്യം നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന കാര്യമല്ലേ. നമ്മുടെ വീട്ടിൽ നമ്മൾ ചെറിയ രീതിയിൽ ചെയ്യുന്ന കൃഷിയിലൂടെ നമുക്ക് നല്ല ടേസ്റ്റുള്ള ഒരു തുള്ളി പോലും വിഷം കലരാത്ത പച്ചക്കറികൾ നമുക്ക് കറിക്ക് കിട്ടുക എന്ന് പറയുന്നത്. ശരി ഗൈസ്, ഈ വെണ്ടയ്ക്കൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ മെഴുക്കുവരട്ടിയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കറി കഴിഞ്ഞിട്ട് നമ്മൾ വായിലോട്ട് വെക്കുമ്പോൾ തന്നെ ഇത് അലിഞ്ഞു പോകും. അമ്മാതിരി സാധനമാണ്, നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ ഗൈസ്. അതുപോലെ തക്കാളിക്ക് നമ്മൾ ആദ്യമായിട്ട് വിളവെടുത്താണ്. പയറാണെങ്കിലും മുളകാണെങ്കിലും ഇപ്പോൾ ഇത് ഒരു തുള്ളി പോലും വിഷമില്ല, നമുക്ക് 100% ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിളവെടുപ്പിൻ്റെ വീഡിയോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരും. ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് വൺസ് അഗൈൻ. ബൈ.